അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കീ ഇന്നലെ ഇവിടെ വെച്ച് മിസ്സായി. മൂന്നാർ വെച്ചാണ് മിസ്സായത്. നമ്മൾ എന്നിട്ട് ഇവിടെ മൊത്തം നോക്കി, എന്നിട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇവിടെ വെച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അതിൻ്റെ ഫ്രണ്ടിലാണ് വെച്ചത്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് നമ്മൾ പറഞ്ഞു വണ്ടി നോക്കിയേക്കണേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ നോക്കിയേക്കാം, ഇവിടെ CCTV ഉണ്ട്, അപ്പോൾ ഞാൻ ഇടയ്ക്ക് നിന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് തന്നെ വീട്ടിൽ വിളിച്ചിട്ട് സ്പെയർ കീയുടെ കാര്യം സെറ്റ് ചെയ്തു. നമ്മളിവിടെ കടക്കാരോടൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു കീ വല്ലതും കിട്ടുവാണെങ്കിൽ എടുത്ത് വെക്കണേ, കിട്ടുവാണെങ്കിൽ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ രാവിലെ വന്നിട്ടും കീ ഒന്നും കിട്ടിയില്ല. രാവിലെ തന്നെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിൽ സ്പെയർ കീ കൊടുത്തിട്ട് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയപ്പം ആ സ്പെയർ കീ വന്നു. എന്നിട്ട് നമ്മൾ പോയി സ്പെയർ കീ എടുത്തു, നേരെ വണ്ടി എടുത്ത് നിന്നിട്ട് വണ്ടി എടുത്തിട്ട് റൈഡ് കണ്ടിന്യൂ ചെയ്തു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഡേ 2 ആണിത്. ഇന്നലെ വൈകിട്ട് നമുക്ക് ചെറിയ പണി കിട്ടി. നമ്മൾ ഇന്നലെ മൂന്നാർ വരെ വന്നപ്പം നമ്മുടെ വണ്ടിയുടെ കീ മിസ്സായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ട് ഹെൽമെറ്റിനകത്ത് ഗ്ലൗവും കീയും കൂടെ ഒരുമിച്ചിട്ടേക്കുമായിരുന്നു. അതിന് എനിക്കൊരു കോള് വന്നപ്പോൾ ഞാൻ ഒരു ബൈക്കിൽ ഹെൽമെറ്റ് വെച്ചപ്പോൾ ഗ്ലൗ താഴെ പോയി. അപ്പോൾ ഞാൻ ഗ്ലൗ എടുത്തു വെച്ചു. അത് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കീ എടുക്കാൻ നോക്കിയപ്പം കീ കാണുന്നില്ല. ഓക്കെ, കീ കാണുന്നില്ല. എന്നിട്ട് അവിടെ എല്ലാം തപ്പി. അവിടെ മൊത്തം എന്താണ് അരിച്ചുറക്കി എന്ന് പറയാം. മൊത്തം തപ്പി കുറേ പേരോട് ചോദിച്ചു താക്കോലെല്ലാം കിട്ടിയോന്ന്. അപ്പം ആരുടെയിലും അത് കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളവിടെ മൊത്തം തപ്പിയിട്ടും കിട്ടിയില്ല. ഇന്ന് രാവിലെ ഒന്നും തപ്പി കിട്ടിയില്ല. എന്നിട്ട് ഇന്നലെ അതൊന്നും പറയാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഓക്കെ, 10-60-70 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു വീട്ടിലേക്ക്. അപ്പം വീട്ടിലോട്ട് 10-60 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് രാവിലെ ഒരു ബസ് ഉണ്ടായിരുന്നു, പൂമ്പാറയ്ക്ക് ഒരു ബസ്സുണ്ട് രാവിലെ. ഞാൻ വൈകിട്ട് തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു താക്കോലി മിസ്സായി, സ്പെയർ കീ കൊടുത്തു വിടണമെന്ന് പറഞ്ഞു. രാവിലത്തെ ബസ്സിന് തന്നെ സ്പെയർ കീ കൊടുത്തു വിട്ട് സ്പെയർ കീയാണ് ഇപ്പോൾ ഇത്. അങ്ങനെ നമ്മൾ രാവിലെ വന്നു, വണ്ടി എടുത്തു. ഞാനോർത്ത് അത് കിട്ടുമെന്നോർത്തു സമാധാനിച്ചിരിക്കുക. രാവിലെ വരെ നമ്മൾ കാണും, കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കടയിലൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു കിട്ടുവാൻ എടുത്ത് വെക്കണമെന്ന്. അപ്പം ആ താക്കോല് പോയി. ഇനി നമ്മൾ വേറെ ഒരു സ്പെയർ കീ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ മറയൂറിലേക്കാണ് പോകുന്നത്. മറയൂർ ഇവിടുന്ന് 39 കിലോമീറ്റർ. ഇപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും നല്ല റൂട്ട് വല്ല കിട്ടുവാണെങ്കിൽ ചുമ്മാ അതിലേക്ക് പോയി ഒന്ന് കറങ്ങി വരാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. നാളെയും കൂടെ ഇവിടെ ഉണ്ട്. നാളെ ഉച്ച കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ വിടും. ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്ത് ഈ റൂട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ടൈമിൽ ഞാൻ വന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു. അതായത് ഞാൻ തമിഴ്നാട് പളനി പോയിട്ട് പളനിയിൽ നിന്ന് റിട്ടേൺ ഇതിലെ വരുമായിരുന്നു. പളനിയിൽ നിന്ന് ഒരു സ്ഥലപ്പേരുണ്ടായിരുന്നു, ഞാൻ മറന്നു. അത് അടിപൊളി റൂട്ടാണ്, നൈസ് റൂട്ടാണ്, അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. കുറേ ഇടം നമ്മൾക്കൊരു കാട്ടിക്കോടാണ്, അതായത് ചെറിയ വഴിയാണ്. പളനി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കയറുന്നത്, മറയൂർ. വന്നിട്ട് അന്ന് നമ്മൾ മൂന്നാർ വന്നിട്ടാണ് പോയത്. അത് കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിൽ. മറയൂർ വട്ടവട തിരക്കില്ലെങ്കിൽ അടിപൊളിയാണ്, പക്ഷേ തിരക്കില്ലാത്ത സമയം വളരെ കുറവാണ്. ബൈക്കിനൊക്കെ വന്ന അടിപൊളി ഒരു റൈഡ് എക്സ്പീരിയൻസ് ആണ് ഈ റൂട്ടൊക്കെ. നമ്മൾ ഇവിടെ നിന്നൊക്കെ ചുമ്മാ പളനിക്കൊക്കെ പോയി നോക്കണം. മൂന്നാർ വന്നിട്ട് മറയൂർ ഇതിലെ കയറി പളനിക്ക് പോയി നോക്കണം. നല്ല എക്സ്പീരിയൻസ് ആണ്, കിടിലൻ എക്സ്പീരിയൻസ് ആണ്. ആ ചെക്ക് പോസ്റ്റിൽ എന്തോ ഒരു ചെറിയ ഫീ എന്തോ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ പോസ്റ്റിൽ എത്ര 20 രൂപ എങ്ങാണ്ട്. ഞാൻ കഴിഞ്ഞ വർഷമാണ് വന്നത്, ആ ടൈമിൽ ഉണ്ടായിരുന്നു. ഇപ്പം കാണുമായിരിക്കും. നമ്മളങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ മറയൂർ വരെ പോകുന്നുള്ളൂ. മറയൂർ വരെ പോയിട്ട് തിരിച്ചു വരികയാണ്. എപ്പോഴേലും നമ്മൾ കാണാം ഈ റൂട്ടോ തമിഴ്നാടിനോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടോ വരികയാണെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം അന്ന് വന്നപ്പോഴാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പക്ഷേ എനിക്ക് 360 കാര്യങ്ങളൊന്നുമില്ല. ചുമ്മാ ഇറങ്ങിയതാണ്. അന്ന് തമിഴ്നാട് വന്നു, അതിലിങ്ങോട്ട് കറങ്ങി വീട്ടിൽ പോയി. ഓക്കെ, അപ്പം അതുപോലെ ഒരു പ്രാവശ്യം അങ്ങ് ഇറങ്ങണം. ഞാൻ അന്ന് വന്നു പളനിയിൽ സ്റ്റേ ചെയ്തു. എന്നിട്ട് പളനിയിൽ നിന്ന് രാവിലെ ഇറങ്ങി ഇതിലെ വന്നു, വൈകിട്ടായപ്പോൾ വീട്ടിൽ ചെന്നു. അത് നൈസായിരുന്നു. ഒരു തവണയും കൂടെ
അങ്ങനെ ഒന്ന് വരണം. അപ്പോൾ നമ്മൾ മറയൂറിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ വെക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. എത്ര വെയിലാണേലും ഒരു കാറ്റുണ്ട്. അത് കാരണം വെയിലിന് അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തോന്നും, പക്ഷേ അത് നിൽക്കുമ്പോഴേ ഉള്ളൂ. കാറ്റ് കാരണം എന്താ നമുക്ക് ആ ചൂട് അങ്ങനെ അറിയത്തില്ല. അപ്പം അങ്ങോട്ടേക്ക് നല്ല തിരക്കുണ്ട്. ഇവിടെ എന്തോ വാട്ടർഫോൾസ് ഉണ്ട് അവിടെ മുകളിലോട്ട്. തിരിച്ചു വരുമ്പോൾ നോക്കാം. മറയൂർ വന്നു. നമ്മളിപ്പം ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയേക്കുവാണ്. അപ്പം താക്കോല് ചെറുതാക്കട്ടെ. ഇപ്പോൾ വേറെ താക്കോലില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോവാണ്. ഇറച്ചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് പോവാണ്. വെള്ളമൊന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഇവിടെ വരെ വന്നപ്പം ജസ്റ്റ് പോയി നോക്കാൻ നോക്കി. അപ്പം ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അടുത്ത് നമ്മൾ പോകുന്ന ഇറച്ചിപ്പാറ വാട്ടർഫോൾസിലേക്കാണ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ മറയൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറി. മറയൂരിൽ നിന്ന് 4 കിലോമീറ്റർ ഇറച്ചിൽപ്പാറ വാട്ടർഫോൾസ്. ഇവിടെ ഇപ്പോൾ വെള്ളമൊന്നുമില്ല. നമ്മളിവിടെ വരെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കാര്യമില്ല, വലിയ വെള്ളവും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളൊരു മെയ് ജൂൺ ആ മാസങ്ങളിൽ വരുവാണെങ്കിൽ അത്യാവശ്യം നൈസ് വെള്ളം കാണും. ഇപ്പോൾ അതേ വെള്ളം കിട്ടില്ല. നമ്മളിവിടെ നിന്ന് അടുത്ത സ്ഥലം നോക്കി പോവാണ്. നമ്മളിപ്പം തിരിച്ച് മറയൂർ സൈഡിലേക്ക് പോവാണ്. ഇവിടെ കയറാൻ പ്ലാനുണ്ട്. ഇന്നത്തെ വ്ളോഗ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആദ്യത്തെ വ്ളോഗ് അടുത്ത ദിവസങ്ങളിലായിട്ട് വരും. അപ്പോൾ എല്ലാവരും സേഫ് റൈഡ്, സ്റ്റേ ട്യൂൺ, ബൈ.